രാഷ്ട്രീയം മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, അത്തരം ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ, ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ, ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്, പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ അമ്പരന്ന് നിൽക്കുകയാണ് CPIM. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് പറയുന്ന നേതൃത്വം യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതിൽ അവലോകനം തുടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ ഇടത് വിരുദ്ധ പ്രചാരണം തിരിച്ചടിയായി എന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പുതിയ വിലയിരുത്തൽ. ചെങ്കതിർ, പോരാളി, ചെങ്കോട്ട തുടങ്ങി ഇടത് സൈബർ ഗ്രൂപ്പുകളെ എതിരാളികളെ വിലക്കെടുത്തു എന്നാണ് ജയരാജന്റെ ആരോപണം. CPIM തിരിച്ചടിയുടെ കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ്. കാലുവാരിയത് സോഷ്യൽ മീഡിയയും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഈ വൈകുന്നേരം നമ്മളോടൊപ്പമുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന വ്യക്തികളാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീ VR അനൂപ്, CPIM സഹയാത്രികനായ ശ്രീ റെജി ലൂക്കോസ്, വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വരൻ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അഡ്വക്കേറ്റ് A സജീവൻ എന്നിവരാണ്. ശ്രീ VR അനൂപ്, എനിക്ക് തോന്നുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അഭിപ്രായ രൂപീകരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കുകയും എതിരാളികളെ കണക്കറ്റ് വിമർശിക്കുകയും അവർക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമാകുന്ന തരത്തിൽ, അത് ഒരു തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെ നടപ്പാക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പരീക്ഷിക്കപ്പെട്ട് വിജയിച്ച ഒന്നാണ്. അതിനുശേഷമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഈ രാഷ്ട്രീയ സ്വഭാവവും സാമൂഹിക പ്രസക്തിയുമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വലിയൊരു ട്രെൻഡിംഗ് ആയി മാറുകയും യുവാക്കളൊക്കെ തന്നെ അതിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്തത്. യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിയിരുന്നാൽ പോരാ, സമൂഹ മാധ്യമങ്ങളിലെ ഇടത് സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പല ഗ്രൂപ്പുകളുടെയും അഡ്മിനുകൾ അവരിൽ നിന്ന് ഈ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം എന്നൊരു വിലയിരുത്തൽ MV ജയരാജൻ നടത്തുകയാണ്. താങ്കൾ ആ വിലയിരുത്തലിനോട് യോജിക്കും? MV ജയരാജനെ പോലെ ഒരു CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാൾ, പ്രത്യേകിച്ചും അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. CPMനെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നതിൻ്റെ വലിപ്പം ഏതാണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് തൊട്ട് താഴെയാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് നമുക്കറിയാം. അതിൻ്റെ വലിപ്പം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി ജില്ലാ ഘടകങ്ങളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറി സ്വാഭാവികമല്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികതകളില്ല. കാരണം കണ്ണൂരിൽ CPMന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു വൻ പരാജയം, RSSൻ്റെ BJPയുടെ വോട്ടുകളിലുണ്ടായ വലിയ വളർച്ച. സാധാരണഗതിയിൽ ഇത്തരം വലിയ പരാജയങ്ങൾ വരുമ്പോൾ CPM പറയാറ്, പ്രചരിപ്പിക്കാറ് BJP വോട്ട് മറച്ചു എന്നാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ച് അതുപോലും പറയാൻ സാധ്യമല്ല. കാരണം BJPയുടെ വോട്ട് ചരിത്രത്തിൽ ആദ്യമായി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി K സുധാകരനെ പോലെ കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് 1 ലക്ഷത്തിൻ്റെ മാർജിനിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് CPMന്റെ സഹായിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇടത് സൈബർ പേജുകൾ വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാര്യങ്ങൾ അത്ര ലളിതമാണ് എന്ന് വിശ്വസിക്കാൻ തരമില്ല. ഇവിടെ CPMന്റെ അല്ലെങ്കിൽ CPMനെ സഹായിക്കുന്ന പ്രകടമായി ഇടത് എന്ന് തോന്നുന്ന പേജുകൾ മാത്രമാണോ വിലക്കെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? CPM തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDFന്റെ കൺവീനർ EP ജയരാജൻ തന്നെ പറഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് എന്താ? ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെയും സ്ഥാനാർത്ഥികളാണ്. അത് CPM അണികളിൽ, CPM അനുഭാവികളിൽ, CPMന് സ്ഥിരമായി വോട്ട് ചെയ്തവരിലുണ്ടായ
കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിസ്സാരമാണോ? സത്യത്തിൽ CPM-ൻ്റേത് ഒരു രാഷ്ട്രീയ പരാജയമാണ്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും പേജിനെ പോരാളി ഷാജിയെ ചാരി രക്ഷപ്പെടാൻ ജയരാജനല്ല ആര് ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. ഇവിടെ വിലക്കെടുക്കപ്പെട്ടത് പോരാളി ഷാജി മാത്രമല്ല, EP ജയരാജനും പിണറായി വിജയനും ഉൾപ്പെടുന്ന CPM-ൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അത് പറയാനുള്ള ധൈര്യം, അത് പറയാനുള്ള ചങ്കൂറ്റം ജയരാജനുണ്ടോ എന്നാണ് വളരെ പ്രസക്തമായ ചോദ്യം. അല്ല, ശ്രീ വി ആർ അനൂപ്, ഈ ജയരാജൻ പറഞ്ഞ കാര്യം അതിന്റെ സാങ്കേതിക അർത്ഥത്തിൽ കൂടി പരിശോധിക്കപ്പെടേണ്ട ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് ഇത്തരം അഡ്മിനുകൾ വിലക്കെടുക്കപ്പെടുന്നു, എന്നിട്ട് അവിടെ ആർക്ക് വേണ്ടിയാണോ അവർ പോരാളികളായി മാറിയത് അവർക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെ നിരന്തരം ഇത് മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന യുവാക്കൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അങ്ങനെ ഈ ഇടതുപക്ഷത്തേക്ക് വരേണ്ട വോട്ടുകൾ ചിതറി മാറിപ്പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഇപ്പം നമുക്കറിയാം MP ജയരാജൻ ഒരു സമയത്ത് വാർത്തയിൽ ഇടം പിടിച്ചത് അദ്ദേഹം തന്നെ പല ക്യാപ്സ്യൂളുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചില ഗ്രൂപ്പുകളിലിട്ട് ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നതിനെ തുടർന്നാണ്. അതായത് നമ്മൾ എന്ത് നിലപാടെടുക്കണം, അത് നിരന്തരം അത് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു അത് CPM-നെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായി അതിനെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ആരാണോ അവരെ വളർത്തിയത് അവർ തന്നെ ഇപ്പോൾ തിരിച്ചടിക്ക് കാരണമായി എന്ന് വിലയിരുത്തുകയാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അല്ല, അത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം വളരെ സ്ട്രൈറ്റ് ആണ്. അത്തരമൊരു നിലപാട് പോരാളി ഷാജി സ്വീകരിച്ചാൽ ദുർബലമാകുന്നതാണോ CPM-ൻ്റെ രാഷ്ട്രീയ ബോധം, ശരാശരി CPM കേഡറുടെ രാഷ്ട്രീയ വിവേകം എന്നാണ് ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് പോരാളി ഷാജി മാത്രമല്ലല്ലോ, ഔദ്യോഗികമായ എത്രയോ സംവിധാനങ്ങളുണ്ട്. CPM-ൻ്റെ സൈബർ കമ്മ്യൂണുകളുണ്ട്. M സ്വരാജിനെ പോലുള്ളവർ നടത്തുന്ന മാധ്യമ വിശകലനങ്ങളുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു പോരാളി ഷാജി അങ്ങ് തീരുമാനിച്ചാൽ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നത്ര ദുർബലമാണോ CPM-ൻ്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായ പ്രതിസന്ധിയാണ്. അത് CPM നേതൃത്വത്തിന് പ്രശ്നമാണ്. പിണറായി വിജയനാണ് അല്ലെങ്കിൽ EP ജയരാജനാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി എന്ന് MV ജയരാജന് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തോ പറയണമെന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥമായി CPM എളുപ്പവഴിയിൽ കണക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. CPM രാഷ്ട്രീയ സത്യസന്ധതയുടെ കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ CPM സ്വയം പരിശോധിക്കാൻ തയ്യാറാകണം. ഇവിടെ BJPക്ക് അനുകൂലമായി ഗെയിം പ്ലാൻ സെറ്റ് ചെയ്തത്, ഇവിടെ EP ജയരാജൻ എന്ന് പറയുന്ന LDF കൺവീനർ ഇലക്ഷൻ ദിവസം പോലും നടത്തിയ പ്രസ്താവനകൾ, അതുണ്ടാക്കിയ അനുരണനങ്ങൾ, തൃശ്ശൂരിലെ മേയർ തന്നെ സുരേഷ് ഗോപിയെ സന്ദർശിക്കുന്നു, അതിനൊക്കെ രാഷ്ട്രീയമായി തള്ളിക്കളയാൻ, തള്ളിപ്പറയാൻ MV ജയരാജനെ പോലെ ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന CPM-ൻ്റെ ഏറ്റവും കരുത്തനായ നേതാവിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വസ്തുത. ഇവിടെ P ജയരാജനെതിരെ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആളുകൾക്ക് പിണറായി വിജയന്റെ ആരാധക വൃന്ദത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആളും തരവും നോക്കിയാണ് CPM-നകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പാർട്ടി എന്ന് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കണ്ണൂർ സഖാക്കന്മാർക്ക് കഴിയുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതാണ് ഈ പ്രശ്നത്തിന്റെ രത്ന ചുരുക്കം. ശരി, ഞാൻ വരാം. ശ്രീ റിജി ലൂക്കോസ്, സാധാരണ നിലയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി ആവിഷ്കാരങ്ങളായി മാറുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഈ തുറസായ അല്ലെങ്കിൽ കുറെ കൂടി ഓപ്പൺ ആയിരിക്കുന്ന ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലോകത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടിരിക്കുന്ന പോസ്റ്റ് വിവാദമാവുകയും പ്രതിരോധത്തിലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പോരാളി ഷാജിയെ പോലെയുള്ള ഗ്രൂപ്പുകൾ, സൈബർ ഇടങ്ങളിലെ അവരുടെ ആ സങ്കേതങ്ങൾ, അവരൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഏത് സന്നിഗ്ധ ഘട്ടത്തിലും പ്രതിരോധം തീർക്കുന്ന ഏത് സന്ദർഭങ്ങളിലും ഈ CPM-ന് കോട്ട തീർത്തുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നവരുടെ ഭാഗത്തുള്ളവരാണ്. അപ്പോൾ പോരാളി ഷാജിയൊക്കെ വിമർശിച്ച് വരുമ്പോൾ പോരാളി ഷാജി തന്നെ പിന്നീട് ഡിലീറ്റ് ചെയ്തൊരു പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന അങ്ങാടിയിൽ തോറ്റതിന് വീട്ടുകാരുടെ നെഞ്ചത്ത് എന്നൊരു പോസ്റ്റ് നേരത്തെ ഇട്ടിരുന്നു. ഇപ്പോൾ അത് ആ പോസ്റ്റിൽ കാണുന്നില്ല, അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അത് സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ വിലക്കെടുക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു നിഗമനത്തിലെത്തി അവരുടെ തലയിൽ ഇട്ട് തടിയൂരാനാണോ MP ജയരാജൻ ശ്രമിക്കുന്നത്? ഗോപികൃഷ്ണൻ MP ജയരാജൻ സഖാവല്ല ആദ്യമാണ് ഇങ്ങനെ ഒരു പരാതിയായിട്ട് വന്നത്. ബഹുമാനപ്പെട്ട A റഹീം MP മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിലെ ഒരു ഗ്രൂപ്പിനെ നിശ്ചിതമായിട്ട് കുറിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നടത്തി വേട്ടയാടി
വല്ലാത്ത രീതിയിൽ വളരെ അസഹ്യമായ രീതിയിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ഒരു തുടർച്ചയാണ് എം വി ജയരാജൻ പറഞ്ഞത്. എം പി ജയരാജൻ പറഞ്ഞ ഒന്ന് രണ്ട് വസ്തുതകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണത്തിന്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഈശ്വരൻ, എന്റെ സുഹൃത്താണ്. ഈ രാഹുൽ ഈശ്വരനെ കുറിച്ച് രാഷ്ട്രീയപരമായ ഏതെല്ലാം രീതിയിലുള്ള എതിർചേരിയിലാണെങ്കിലും ഇത്രയ്ക്കും വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള, കാരണം ഇത് പരസ്യമായതുകൊണ്ട് അല്ലെ അങ്ങനെ പറയത്തില്ല, അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ പിന്നെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള, ലോകം മുഴുവനും ഈ പറയുന്ന ട്രോളുകളിലൂടെയാണ് ഇപ്പോൾ മെസ്സേജുകൾ കൊടുക്കുന്നത്. കാരണം ഹാസ്യാത്മകമായിട്ടുള്ള മെസ്സേജുകൾക്ക് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ സ്ഥാനമുണ്ട്. അപ്പോൾ ഒരു ആളെ ദൈവമായിട്ട് ചിത്രീകരിക്കുന്നതിനെതിരെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ആക്രമണങ്ങൾ ഞാൻ നേരിട്ടു. അതുപോലെ തന്നെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ഗ്രൂപ്പുകൾ, അവർ ഏത് പാർട്ടിയിലാണെങ്കിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയോടൊപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് പാർട്ടിക്കൊപ്പമാണെന്നുള്ള വ്യാജേനെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള നടപടികളും പോസ്റ്റുകളും വരുന്നതിനെതിരെയാണ് റഹീം അന്ന് വിമർശിച്ചത്. ഇപ്പൊ അത് വളരെ സത്യസന്ധമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ റെജി ലൂക്കോസ്, ഈ സമൂഹ മാധ്യമങ്ങളിൽ പുഷ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് CPM പിന്മാറണ്ടേ? അല്ല, അത് ഗോപികൃഷ്ണനോട് തീർച്ചയായിട്ടും ആ ചോദ്യം നല്ല ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട, സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? അത് CPIM ആണ്. ഇപ്പൊ വടകരയിൽ ശൈലജ ടീച്ചർ ആരാധനയോടെയും ഒരു പരിധിവരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ശൈലജ ടീച്ചറെ പ്രായം കൊണ്ടാണെങ്കിൽ പോലും അവർക്കെതിരെ ഏതെല്ലാം രീതിയിലുള്ള വേട്ടയാണ് ഈ വടകര തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ദർശിച്ചത്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ പിന്നെ തൃശ്ശൂരിനെ നോക്കൂ. തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താണ്? തൃശ്ശൂരിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസിറ്റീവ് ആണെന്നുള്ള ആംഗിളിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ നമ്മൾ നിരവധിയായിട്ട് കണ്ട്. ലോകം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അഡിക്റ്റഡ് ആയിരിക്കുകയാണ്. ഇപ്പൊ ചാനലുകളാണെങ്കിൽ പോലും മനുഷ്യനിപ്പോ കാണുന്നത് സമയക്കുറവുണ്ട്, അത് പിന്നെ യൂട്യൂബിലൂടെയാണ്. എത്രയോ യൂട്യൂബുകൾ വാടകയ്ക്കെടുത്തും വിലയ്ക്ക് വാങ്ങിച്ചും നൂറുകണക്കിന് യൂട്യൂബുകാർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ CPM-നെയും അതിന്റെ സ്ഥാനാർത്ഥികളെ, ആ പ്രസ്ഥാനത്തിനെ അവഹേളിക്കുന്നുണ്ട്. അതുപോലെ എത്രയോ പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെയാണല്ലോ ഇപ്പോൾ അനൂപ് ചോദിച്ചത്, CPM പോലെയുള്ള ഒരു കേഡർ സംവിധാനത്തിനകത്ത് അവരുടെ അണികളെയും അവരുടെ സിമ്പതൈസേഴ്സിനെയും ഒക്കെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ബോധ്യപ്പെടുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണോ? അതേ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണ പരത്തിക്കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നതാണോ CPM-ന്റെ ഈ അടിത്തറ എന്നതാണ് അനൂപ് ചോദിച്ച ചോദ്യം. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ തന്നെ പങ്കെടുത്തൊരു ചർച്ചയിൽ കോൺഗ്രസിന്റെ സമന്വയ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. ആ ചോദ്യം ഇന്ന് അനൂപ് ചോദിച്ച ചോദ്യം അന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. അതല്ല, നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ വെറുതെ പിന്നെ ഒരു സാമൂഹ്യ മാധ്യമത്തിലെ പ്രതികരണങ്ങൾ കൊണ്ടൊരു പാർട്ടിക്ക് ബലക്ഷയം ഉണ്ടാവുമോ എന്നൊക്കെ ആരോപിക്കുന്നതിനകത്ത് അർത്ഥമില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരിക്കുക, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും ചെയ്യാം എന്ന മനോഭാവമുള്ള കുറെ ആളുകളുണ്ട്. വ്യക്തിഹത്യ നടത്തി ഓരോ ദിവസവും ഓരോരുത്തരെ കച്ചവടം ചെയ്യാം. ഞാൻ ഒരു ഉദാഹരണം പറയും. ഞാൻ ഈ ചാനലിൽ ഇരിക്കുന്നതിന് പേരിലൊന്നുമില്ല, വസ്തുതയാണല്ലോ, കേൾക്കുന്ന ലോകം മുഴുവൻ അറിയാം. SKN ശ്രീകണ്ഠൻ നായർ സാറെ കുറിച്ച് എന്തെല്ലാം രീതിയിൽ, അത് CPM ഒന്നുമല്ല, ഞങ്ങളുടെ തെറ്റിദ്ധാരണ. ശ്രീകണ്ഠൻ നായരെ കുറിച്ച്, സാറിനെ കുറിച്ച് വിവിധ രീതിയിലുള്ള ആക്രമണങ്ങൾ പല രീതിയിൽ നടന്നിട്ടുണ്ട്. പലപ്പോഴും അസഹിഷ്ണുത തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ അതിനകത്ത് പലതിലും പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഈ അസഹിഷ്ണുത എല്ലാ CPM-ന് തലയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യ. പൊതുവെ CPM ഉത്തരവാദിത്തമുള്ള CPM ഗ്രൂപ്പുകളും വ്യക്തികളും വ്യക്തിഹത്യ നടത്തി അങ്ങനെ ചെയ്യാറില്ല. വിമർശിക്കും, സർഗാത്മകമായിട്ട് വിമർശിക്കും, അവരെ സർക്കാസ്റ്റിക് ആയിട്ട് വിമർശിക്കും, ആ ട്രോളുകൾ നടത്തും. അതൊക്കെ രസകരമായ ആംഗിലൂടെ അങ്ങനെ പോകും. പക്ഷെ അതിനെയൊക്കെ CPM-ന് തലക്ക് ചാർത്തിക്കൊണ്ട് മറ്റുള്ളവർ പുണ്യവാളന്മാരാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ തെറ്റായ ഒരു നരേറ്റീവ്. അല്ലല്ലോ, ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ MP ജയരാജൻ പറഞ്ഞത് ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അഡിക്ഷനായി പോയ യുവാക്കളെയും അവരെ വഴിതെറ്റിച്ച ഇതുപോലെയുള്ള ഇടത് സൈബർ ഇടങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ വിലക്കെടുക്കപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് ഈ തോൽവി സംഭവിച്ചു എന്നതാണ്. അതായത് രാഷ്ട്രീയ കാരണങ്ങൾ നിലനിൽക്കുമ്പോൾ MP ജയരാജൻ സമൂഹ മാധ്യമങ്ങളുടെ മേൽ ആ പഴിചാരി ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ചത് രാഷ്ട്രീയപരമായ രീതിയിലും മറ്റു പല ആംഗിളിലൊക്കെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നവരാ മാധ്യമങ്ങളാ, ചാനലുകള്, പത്രങ്ങള്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകള്. ഇന്ന് വലിയൊരു ഉത്തരവാദിത്വം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് കാര്യത്തിൽ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കണം. അതായത് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം, ഗോപികൃഷ്ണൻ അറിയാം, വളരെ അഡിക്റ്റഡ് ആണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ. വിരൽത്തുമ്പിലാണ് നമ്മുടെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ്. അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങള് ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള MP ജയരാജന്റെ ഭാഗത്തോട്
100% ഞാൻ യോജിക്കുക. ഇല്ലില്ല, എനിക്ക് ഞാൻ തോന്നുന്നത് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ശ്രീ റെജി ലൂക്കോസ് താങ്കളുമായി എനിക്കൊരു തർക്കമില്ല. നമ്മുടെ പ്രശ്നം ഈ അങ്ങനെ സ്വാധീനിക്കപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ ഈ വിലക്കെടുക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ വിരുദ്ധ പോസ്റ്റുകൾക്ക് പ്രചാരം കിട്ടിയതാണ്. ഇടതുപക്ഷത്തിന് കനൽത്തരി ഒരിടത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോയത് വീണ്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. തോൽവിയുടെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ്. CPM-ന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ, ഉന്നത ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ തിരയുന്നതിന് പകരം വീണ്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു മോശം വിശകലനമല്ലേ MP ജയരാജൻ നടത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. ആ ചോദ്യം ആദ്യം തന്നെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതിന് രണ്ട് രീതിയിലുള്ള വിശദീകരണം. ഒന്ന്, CPM-നെ സംബന്ധിച്ചോളം CPM-ന്റെ തോൽവിയിൽ, പരാജയത്തിൽ 2019 ഏറ്റ പരാജയം വളരെ ഭീമമായിരുന്നു. 1977 ഏറ്റത് സമ്പൂർണ്ണ പരാജയമായിരുന്നു. അന്നും ഉത്തരേന്ത്യ മാറി ചിന്തിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അന്ന് മാറി ചിന്തിക്കാതെ കണ്ട് ദേശീയ വികാരത്തിനൊപ്പം നിൽക്കാത്തൊരു നിർഭാഗ്യകരമായ അവസ്ഥ ഇപ്പോഴുണ്ടായി. പക്ഷേ സംസ്ഥാന സർക്കാരും സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ് വളരെ കൃത്യമായി വിലയിരുത്തൽ നടത്തും. 5 ദിവസം നീളുന്ന സംസ്ഥാന സമിതി ഇതിനുവേണ്ടി മാത്രം ചേരുവാണ്. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തിരുത്തും. തെറ്റുപറ്റാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മനുഷ്യനോ ഇന്ന് ഈ ഭൂമിയിലില്ല. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വസ്തുതാപരമായ വസ്തുതയാണ്. തെറ്റുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭവിക്കാം, എല്ലാ ഗവൺമെന്റുകളും സംഭവിക്കാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ധ്രുവ റാഠി എന്ന് പറയുന്ന ഗുജറാത്തിൽ വേരുകളുള്ള, ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഉത്തരേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾ നടത്തിയ സ്വാധീനം അദ്ദേഹം മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വസ്തുതാപരമായി വിശകലനം ചെയ്തുകൊണ്ട് കോടാനുകോടികളാണ് കണ്ടത്. അത് ചെലുത്തിയ സ്വാധീനം ഭയങ്കരമാണ്. എന്നാൽ CPM-നെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വേട്ടയാടാൻ വേണ്ടി ഇത്തരം ഫേക്ക് ഐഡിയിലൂടെ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നു എന്ന MP ജയരാജന്റെ ആരോപണത്തോടും വളരെ സർഗാത്മകമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. അത് ശരിയാണ്. നാളുകളിൽ ഇത് കേരളത്തിന്റെ അല്ല, നമ്മുടെ സമൂഹത്തിൽ മുഴുവനും പടർന്നു കയറുന്ന ഒരു വലിയ മോശമായ പ്രവണതയാണ്. തമാശയ്ക്കും ഞാൻ വരാം. ശ്രീ എ സജീവൻ മുഴുമിപ്പിച്ചോളൂ. അതായത് സമൂഹത്തിൽ ഹാസ്യാത്മകമായ രീതിയിൽ നിർദോഷമായ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രാമന്റെ ചിത്രമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള എത്രയോ പോസ്റ്റ് വന്നിട്ടുണ്ട്. പിണറായി വിജയൻ ഉദാഹരണം. അതുപോലെ തന്നെ ദൈവങ്ങള് നമ്മുടെ സലീംകുമാർ എന്ന് പറയുന്ന നടനെ ഡിസോൾവ് ചെയ്തുകൊണ്ട് എത്രയോ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ആ ഒരു ഗുഡ് സെൻസിൽ, ഒരു ഹ്യൂമൻ സെൻസിൽ കാണുന്നതിന് പകരം മതവിദ്വേഷമാണെന്നും ദൈവത്തിന്റെ പേരിലും ആക്ഷേപിച്ചുകൊണ്ട് ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ. ശ്രീ എ സജീവൻ, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഗൗരവമായ രാഷ്ട്രീയ ആലോചനകൾ ആവശ്യമായ ഒരു ഘട്ടമാണിതെന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. CPI പറയുന്നു ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതാണെന്ന്. തിരുവനന്തപുരത്തെ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ പിണറായി വിജയനെതിരെ പോലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ചോ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഈ പ്രീണനം കൊണ്ട് അവർ അകന്നു പോകാൻ ഇടയായിട്ടുണ്ടോ, മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ BJP-യിലേക്കോ മറ്റിടങ്ങളിലേക്കോ ചിതറിപ്പോയിട്ടുണ്ടോ എന്ന് തുടങ്ങി CPIM വളരെ ഗൗരവത്തോടുകൂടി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു നിൽക്കുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ശീലം അതൊരു ദുരന്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതിനെതിരെ ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് MP ജയരാജനെ പോലെ ഉത്തരവാദിത്വമുള്ള ഒരു മുതിർന്ന CPM നേതാവ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, ശ്രീ എ സജീവൻ? MP ജയരാജൻ പറഞ്ഞിട്ടുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പറയേണ്ട കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് സ്വന്തം പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനും ആ അടിത്തറയിൽ ഇളക്കം തട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനുമാണ് ശ്രമിക്കേണ്ടത്. എതിരാളികൾ എന്ത് ചെയ്യുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഇത്തരത്തിൽ പറയാം, മറ്റ് പാർട്ടികൾക്ക് പലതിനും പറയാം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് കേരളത്തിലെ CPIM അങ്ങനെ പറയാൻ പാടില്ല. കാരണം ബ്രാഞ്ച് തലം മുതൽ PB വരെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ CPM-ന് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രത്യേക കമ്മിറ്റി അല്ല, അത് ഒരു പ്രദേശത്തെ ഏറ്റവും ഗ്രാസ് റൂട്ടിലുള്ള അവിടുത്തെ പാർട്ടി പ്രവർത്തകരാണ് ബ്രാഞ്ച്. ആ ബ്രാഞ്ച് പ്രവർത്തിക്കുമ്പോൾ പാർട്ടി വൃത്തത്തിനകത്തുള്ള ബ്രാഞ്ചിനകത്തുള്ള എല്ലാ വീടുകളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കണം. തുടക്കം മുതൽ അങ്ങനെയാണ്.
ആ പ്രവർത്തനത്തിൽ ആ ബ്രാഞ്ചിനകത്ത് ആ പരിധിയിൽ ഒരാൾ വന്നാലും ആ ഒരു കുടുംബം പോയാലും ഒക്കെ കൃത്യമായിട്ട് അറിയും, അവരുടെ രാഷ്ട്രീയ നിലപാടെന്താണെന്നറിയും, അവർ ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിച്ച് അങ്ങനെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളാണെന്ന് വെച്ചാൽ അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബ്രാഞ്ച് നടത്തേണ്ടത്. അങ്ങനെയുള്ള ബ്രാഞ്ച് മുതൽ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഉള്ള സംവിധാനം വളരെ കൃത്യമാണ്. അപ്പോൾ അതിൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ വോട്ട് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകുന്നതിനെ സ്വാധീനിക്കാൻ ഏത് സോഷ്യൽ മീഡിയയെക്കാളും കഴിയുന്നത് ബ്രാഞ്ചിലെ അംഗങ്ങൾക്കായിരിക്കും. ആ ബ്രാഞ്ച് അംഗങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നോക്കേണ്ടത്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ MV ഗോവിന്ദ മാഷ് പറഞ്ഞതും പിണറായി പറഞ്ഞൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. ഞങ്ങൾ ഈ കാര്യം പരിശോധിക്കും. പാർട്ടി സെക്രട്ടറി പറഞ്ഞുള്ളത് ഇതെന്തെങ്കിലും പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. സർക്കാരിന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അവിടെ അവസാനിപ്പിച്ച് പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ചർച്ച ചെയ്യുന്നവരെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയരുത്. ഇപ്പോൾ MV ജയരാജൻ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ആളുകൾ ധരിക്കുന്നതാണ് CPM എന്ന് പറയുന്നത് തുമ്മിയാൽ ധരിക്കുന്ന മൂക്കാണ്. CPM-ന്റെ കയ്യിലുള്ള വോട്ടുകൾ ഒരു തുമ്മലിന് ഒരു സോഷ്യൽ മീഡിയക്കാരൻ തുമ്മിക്കഴിഞ്ഞാൽ അത് പോരാളി ഷാജി ആവട്ടെ, ചെങ്കതിരാവട്ടെ, ചെങ്കോലാവട്ടെ, എന്തും ആവട്ടെ, ഒരു തുമ്മലോട് കൂടിയിട്ട് ആയിരക്കണക്കിന് വോട്ടുകൾ തെറിച്ചു പോകുന്നു എന്നൊരവസ്ഥയുണ്ട് എങ്കിൽ അത് വളരെ ദയനീയമായ കാര്യമാണ്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല, അത് പറയാൻ തീരെ പാടില്ല. അതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുള്ളത്. ശരിക്കും ഇത് വിശകലനം ചെയ്യേണ്ടതാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി എത്രയും പെട്ടെന്നായിരുന്നു വിശകലനം ചെയ്യേണ്ടിയിരുന്നത്. അത് ഇനി പോട്ടെ, ഇപ്പോൾ അത് ഒരു നിശ്ചയിച്ച ദിവസം വിശകലനം ചെയ്യുന്നത് വരെ ഓരോരുത്തരും വാളെടുത്ത ആളുകളൊക്കെ വെളിച്ചപ്പാടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിശകലനത്തിൻ്റെ അർത്ഥം വരുന്നില്ലല്ലോ. ഇതാണ് കാരണമെന്ന് MV ജയരാജൻ പറയുമ്പോൾ പിന്നീട് എന്തിനാണ് ചർച്ച നടത്തേണ്ട കാര്യം? അങ്ങനെയല്ല, ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പം നമുക്കറിയാം. ഇപ്പം CPM തീർച്ചയായിട്ടും ഇതിൻ്റെ വിശകലനങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. നമ്മൾ ഞാൻ കൃത്യമായിട്ട് ഈ 20 മണ്ഡലത്തിലെയും സംവിധാനങ്ങൾ, അതിൻ്റെ കീഴിലുള്ള 140 നിയോജക മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ വിശകലനം ചെയ്യും. എന്തുകൊണ്ട് ഇന്നടുത്ത് തോറ്റുവെന്ന്. ഇങ്ങനെ ഓരോ രാഷ്ട്രീയ നിരീക്ഷകനും ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാവും ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഒരുപക്ഷെ വിശകലനം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വിശകലനം ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. അത് പക്ഷേ അതിനു മുമ്പേ തന്നെ പറയുന്നു ഇത് പോരാളി ഷാജിയാണ്, ചെങ്കോലാണ്, ചെങ്കതിരാണ്. ഇതൊക്കെ അവർ വിലക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നടത്തിയിട്ടുള്ള ആളുകളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇത് തള്ളിപ്പറഞ്ഞ അതിൻ്റെ അഡ്മിനായിട്ടുള്ള ആളുകളെ തള്ളിപ്പറഞ്ഞാലല്ലേ അത് അവരെ വിലക്കെടുക്കുന്നു പറയുമ്പോഴും പാർട്ടിയിലെ ആളുകളെ, പ്രവർത്തകരെ, അല്ലെങ്കിൽ താഴെ തട്ടിലെ നേതാക്കന്മാരെ വിലക്കെടുക്കാൻ ആർക്കും കഴിയുന്നുള്ള ഒരു തെറ്റായ പ്രചരണം കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗത്ത് കിട്ടേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റ് പറയേണ്ട കാര്യങ്ങളല്ല ഇവിടെ MV ജയരാജൻ പറഞ്ഞത്. ശരിക്കും പഠിക്കണം എന്താണ് പറ്റിയത്. അപ്പോൾ നമ്മളതിന് കുറ്റം പറയേണ്ടതില്ല. പിണറായി വിജയനെ കുഴപ്പം കണ്ടാണെന്ന് പറയേണ്ടതില്ല, മറ്റൊരാളുടെ കുഴപ്പം കണ്ടാണെന്ന് പറയേണ്ട. അത് പഠിച്ചതിന് ശേഷം ഇന്നതാണ് എന്ന് വിലയിരുത്തി പറയുകയാണ് വേണ്ടത്. അത് പഠിക്കുകയും അത് സുതാര്യമായ ആ കാര്യങ്ങൾ സമൂഹത്തോട് പറയേണ്ടതാണെങ്കിൽ പറയേണ്ടതുമൊക്കെയാണ്. അങ്ങനെ വേണമല്ലോ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തലുകൾ വരുത്താൻ. ഞാനിതാ ശ്രീ രാഹുൽ ഈശ്വറിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, 2014-ലെയും 2019-ലെയും നരേന്ദ്രമോദിയുടെ മഹാവിജയത്തിന് പിന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടപെടലും അതിനെ തുടർന്ന് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിഞ്ഞതും ഒരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു. ശ്രീ രാഹുൽ ഈശ്വറിന് അത് നന്നായി അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഫേസ്ബുക്ക് ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമ ഇടപെടലുകളിലൂടെ പാർട്ടിയിൽ നിന്ന് യുവാക്കൾ അകന്നുപോയി എന്ന് CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് വിലയിരുത്തിയതിനെ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? ശ്രീ ഗോപേഷൻ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈസ് എ ഗെയിം ഓഫ് ബ്രാൻഡിങ് ആണെന്ന് പറയാറ്. ബ്രാൻഡിങ് എന്നതാണ് പൊളിറ്റിക്സിന്റെ സോൾ അല്ലെങ്കിൽ കോറായി നിൽക്കുന്ന കാര്യം. പോളിസി മേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ഗെയിമാണ്. പണ്ട് മുതലേ വ്യത്യസ്ത രീതിയിൽ ഈ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ക്യാമ്പയിൻ വഴി ചെയ്യും, പോസ്റ്റർ വഴി ചെയ്യും, മീഡിയ, ന്യൂസ് പേപ്പർ, സിനിമകൾ വഴി, മൂവി വഴി, ഇന്ന് സോഷ്യൽ മീഡിയ വഴി കൂടി ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് തന്നെയാണ്. ശ്രീ MV ജയരാജനെ പോലെ വളരെ മുതിർന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ
പോയിന്റ് ഔട്ട് ചെയ്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. ഇതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ കാണാതിരിക്കുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ട് എന്ന് എനിക്കറിയില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റായ ഒബാമയുടെ ക്യാമ്പയിൻ ഫ്യൂൽ ചെയ്യുന്നത് ഡിജിറ്റൽ മീഡിയയാണ്. അതാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സ്റ്റഡികളിലൊന്ന്. ഒബാമ വളരെ ഇഫക്റ്റീവായിട്ട് ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. 2013 അല്ലെങ്കിൽ 12-13 മുതൽ ശ്രീ നരേന്ദ്രമോദി വളരെ സ്ട്രോങ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഇലക്ഷന് ഒരു വർഷത്തിന് ശേഷം അത് ഇഫക്റ്റീവ് ആവുകയും ചെയ്തു. നരേന്ദ്രമോദിയുടെ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ട്. അദ്ദേഹം ഈ ഡിജിറ്റൽ മീഡിയ ക്യാമ്പയിൻ വളരെ ഇഫക്റ്റീവ്ലി വന്നു. കാരണം അതൊരു ബ്രാൻഡിംഗ് ആണ്. പുതിയതായിട്ട് ന്യൂ ആൾക്കാരുടെ സ്പേസ് വന്നു. കൺവെൻഷണൽ മീഡിയയിൽ പരസ്യം കൊടുക്കുന്നതിന്റെ അത്രയും കാശ് ചെലവില്ല. കുറെ കൂടെ വൈഡ് സ്പ്രെഡ് റീച്ച് ചെയ്യാം, കൃത്യമായിട്ട് ടാപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക അടക്കമുള്ള കാര്യങ്ങൾ ഇതിനെ മിസ്യൂസ് ചെയ്യുകയും US പൊളിറ്റിക്സിലടക്കം ഇന്ത്യയിലടക്കം ഒരുപാട് പ്രശ്നങ്ങളും മറ്റും വന്നത്. അതായത് നമ്മളെ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാം, അവർക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് മെസ്സേജ് കൊടുക്കാം. ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല, ഇനി മുമ്പോട്ട് പോക്കേ ഉള്ളൂ. അപ്പൊ ഇതിന് ചെക്സ് ആൻഡ് ബാലൻസസ് വേണം, നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഇത് മാത്രമാണ് അതിന്റെ സത്യം. ഇപ്പൊ പണ്ട് ട്വിറ്ററിൽ നമ്മുടെ വലതുപക്ഷക്കാർക്ക് വളരെ സ്ട്രോങ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എക്സിൽ. ഇന്ന് കുറെ കൂടെ ബാലൻസ്ഡ് ആയി. ധ്രുവ് റാത്തിയെ പോലെ നമ്മുടെ IPL ഇമ്പാക്ട് പ്ലെയർ പോലെ കളിക്കാൻ ഇറങ്ങുന്നവർ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കാര്യമായിട്ട് ഉണ്ടാക്കി. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഹരിയാനയിലെ ഒരു ജട്ട് ഫാമിലിയിലാണ് ധ്രുവ് റാത്തി ജനിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് പോലും ഇന്ത്യൻ ഇലക്ഷൻസിനെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രീ ധ്രുവ് റാത്തി എന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വൈബ്രൻസ് ആണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യവുമാണ്. പോരാളി ഷാജി അടക്കമുള്ള പല പേജസും എന്നെ അടക്കം വളരെ മൃഗീയമായി ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ട്രോളും മീമും ഒക്കെ സ്വാഭാവികമാണ്. അതായത് കേംബ്രിഡ്ജ് ഡിക്ഷണറി മീമിനെ കുറിച്ച് പറയുന്നത് ജനിതകമല്ലാതെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്കോ പ്രസരണം ചെയ്യപ്പെടുന്ന സാംസ്കാരിക ഘടകമാണ് ഈ മീം എന്നാണ്. ഈ റിയാലിറ്റിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇപ്പൊ ഫ്ലവേഴ്സ് ന്യൂസ് 24 വേറെ പ്രമുഖ ചാനലോ ഈ യൂട്യൂബിന്റെ കാര്യങ്ങളായിരിക്കും ഞാനിപ്പോൾ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. പഴയ പോലെ കൃത്യമായിട്ട് 9 മണിക്ക് നോക്കിയിരുന്ന് കാണേണ്ട ആവശ്യമില്ല. എവിടെങ്കിലും യാത്ര ചെയ്തു പോകുന്നാൽ തിരിച്ചു കാണാം. ഇതിന്റെ ക്ലിപ്പുകളായി വെട്ടിക്കൊടുക്കാം. ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയും രാഹുൽ പറഞ്ഞതിന്റെ അർത്ഥം that you subscribe to MB Jayarajan's view. ശ്രീ MB ജയരാജൻ പറഞ്ഞതൊരു ഫാക്ട് ഓഫ് ദി മാറ്റർ ആണ്. ഇതുകൊണ്ട് മാത്രമാണ് CPM തോറ്റൊന്നൊന്നുമല്ല. ആന്റി ഇൻകംബൻസിയുടെ പ്രശ്നങ്ങളുണ്ട്. ശ്രീ പിണറായി വിജയനെതിരെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. പൊതുവെ ലോകസഭയിൽ കൂടുതൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത്. അങ്ങനെ ഒരുപാട് കാരണം BJPയുടെ വോട്ട് പല സ്ഥലങ്ങളിലും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശ്രീ MB ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല, അദ്ദേഹത്തിന്റെ എതിർപക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഫെയർ ആണെന്ന് തോന്നുന്നു. അത് ഒരു പാർട്ടി വെച്ചല്ല, പരാജയത്തിന് വേറെയും ഘടകങ്ങൾ കാണാം. പക്ഷേ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഒരു 30-ന് താഴെയുള്ളവരോ 35-ന് താഴെയുള്ളവരുടെയോ വേൾഡ് വ്യൂ, ആ ലോക വീക്ഷണം പലപ്പോഴും സോഷ്യൽ മീഡിയ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അവരിൽ വലിയൊരു വോട്ടിംഗ് ശതമാനമുണ്ട്. ഈ വോട്ട് സ്വിങ്സ് ഒക്കെ ഒരു 5-6% അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇലക്ഷൻസ് പോലും മറിയാം. അപ്പം നമ്മുടെ വടകരയിലെ ഇലക്ഷന്റെ സാധനം വന്നു. ഷാഫി പറമ്പിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയ കുറെ കൂടെ സ്ട്രോങ് ആയി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ രാഹുൽ, ഇപ്പോ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ CPM പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണി പോലെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ പരിശോധിക്കുക എന്നത് അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ ദർ മേ ബി സോ മെനി റീസൺസ് ഫോർ എ ഡിഫീറ്റ്, അല്ലേ? ഒരു തോൽവിക്ക് പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ ശ്രീ MB ജയരാജൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ഘടകത്തെ, അതായത് തോൽവിയുടെ ഒരു ഏറ്റവും ചെറിയ ഒരു കാരണത്തെ അദ്ദേഹം അതൊരു വലിയ കാരണമായി അവതരിപ്പിക്കുകയാണ്. അല്ല, പല റീസൺസ് ആണ്. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സാമുദായിക വോട്ടുകളുണ്ട്, കാൻഡിഡേറ്റ്സിന്റെ കരിസ്മയുണ്ട്. ഓരോ സ്ഥലങ്ങളിലെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ശ്രീ സുരേഷ് ഗോപിക്ക് പോയത്, OBC ഈഴവ വോട്ടുകൾ CPM നകന്നു പോയത്, ഒരുപാട് സാമുദായിക റീസൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. കോൺഗ്രസിനാണ് കൂടുതൽ ജയിക്കാൻ സാധ്യത, BJPക്കെതിരെയുള്ള നെറേറ്റീവ് ആഗ്രഹിച്ചവരാണ് പലപ്പോഴും അങ്ങനെ വന്നത്. ഒരുപാട് റീസൺസ് ഉണ്ടാകാം. ഇതേപോലെ BJPക്ക് വോട്ട് കൂടിയതിന് ഒരുപാട് റീസൺസ് ഉണ്ടാകാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിലൊരു തെറ്റില്ല. അതിനെ ആംപ്ലിഫൈ ചെയ്തോ ഇല്ലയോ നമുക്ക് തർക്കിക്കാം. പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയയാണ് ബ്രാൻഡിങ് ഡിഫൈൻ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത്, ഇൻഫർമേഷൻ ഇന്റർപ്രിട്ടേഷൻ ഇവ സ്വീകരിക്കുന്നത്, വിവരവും വ്യാഖ്യാനവും എടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നാണ്. അത് ശരിയോ തെറ്റോ ആണെന്നല്ല, ഈ കാലത്തിന്റെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ കാണാതിരിക്കുന്നതിന് എന്ത് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ ഒരു ഫെയർ ആയ പോയിന്റ് പറഞ്ഞാൽ വേറൊരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് അത് മോശമാണ്, അതിന് പിന്നിൽ മറ്റു ദുരുദ്ദേശമാണെന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? അദ്ദേഹം പറയുന്നത് ആധുനിക മോഡേൺ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമുക്കെല്ലാം അറിയാവുന്ന റിയാലിറ്റി കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ കാരണം? ഒരിക്കലുമല്ല. പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണൽ റീസൺസ് ഉണ്ട്, സോഷ്യൽ റീസൺസ് ഉണ്ട്. ഇതിന്റെ ഒരു ഫെയർനെസ് നമ്മൾ അളക്കുന്നത് ആ പോയിന്റ് ഏത് കോണ്ടെക്സ്റ്റിലാണ്, അതിന്റെ ആ കോണ്ടെക്സ്റ്റ് എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് സമൂഹ മാധ്യമങ്ങൾ മേൽ പഴിചാരണവും ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ഈ വൈകുന്നേരം ചർച്ച ചെയ്യുന്നത്. VR അനൂപ് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ VR അനൂപ്,
ഈ ചർച്ചയിൽ ഈ പാനലിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ പറയുന്നു, ഈ പുതിയ കാലത്തെ ഇത്തരം സമൂഹ മാധ്യമങ്ങളുടെ സമൂഹത്തിന് മേലുള്ള ഇടപെടലുകളെയും സ്വാധീനത്തെയും ഒക്കെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എം വി ജയരാജൻ നടത്തിയ നിരീക്ഷണങ്ങളെ പരിഗണിക്കാനെന്നാണ്. സാമൂഹിക മാധ്യമങ്ങൾ ഈ കാലത്തൊരു സ്വാധീന ശക്തിയല്ല എന്ന് ആരും പറയില്ല. അതൊരു സ്വാധീന ശക്തി തന്നെയാണ്. പക്ഷെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഒരു പരാജയത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ ആനുപാതികമായ പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത് എന്തിനാ? രാഷ്ട്രീയമായ കാരണങ്ങൾക്ക്. അതൊന്നും പറയാതെ സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. എന്താണ് ഇവിടെ ജയരാജൻ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് സാമൂഹിക മാധ്യമങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. അതായത് CPM വോട്ട് ചെയ്യാത്ത യുവാക്കൾ വഴിതെറ്റുന്നു. സ്വന്തം പാർട്ടിയുടെ വഴിക്ക് ഒരു പ്രശ്നവും ഉള്ളതായി അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഇതിനകത്തെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുന്നു. അതിൻ്റെ ഏതാനും വാര അകലെയാണ് തൃശ്ശൂരിലെ DCC ഓഫീസ്. ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് 18 സ്ഥലത്തും ജയിക്കുന്നു. പലയിടങ്ങളിലും ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നു. 2 ലക്ഷത്തിൻ്റെ 1 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു. പക്ഷെ തൃശ്ശൂരിൽ പാർട്ടി ഒരു വൻ പരാജയം നേരിടുമ്പോൾ അതിന് രാഷ്ട്രീയമായി പരിശോധിക്കുകയാണ്. ആ തെറ്റ് ഏറ്റുപറയുകയാണ്. അവിടെ പുതിയൊരു സംവിധാനം വരികയാണ്. അവിടെ പുതിയൊരു അന്വേഷണ കമ്മീഷൻ വരികയാണ്. അതിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കുകയാണ്. CPM ഇപ്പോഴും CPM സംഭവിച്ച പരാജയത്തെ അഭിമുഖീകരിക്കാൻ, അതിനോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ പിണറായിയിൽ പാറപ്പുറത്ത് പാർട്ടി ഉണ്ടായ സ്ഥലത്ത് CPM അടിത്തറ തകർന്നിരിക്കുകയാണ്. ആലപ്പുഴയിലേക്ക് നോക്കിയാൽ വലിയ ചുടുകാട്ടിൻ്റെ മണ്ണിൽ, അമ്പലപ്പുഴയിൽ, ഇവിടെ കായംകുളത്ത്, ഹരിപ്പാട്, ഇവിടെയൊക്കെ 3ാം സ്ഥാനത്തേക്ക് CPM പോയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം പോരാളി ഷാജിയാണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാര്യങ്ങളെ അതേ രീതിയിൽ നേരിടുന്നതിന് പകരം ആരെയെങ്കിലും പഴിചാരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM തെറ്റുപറ്റില്ല, CPM വോട്ട് ചെയ്യാത്ത ജനങ്ങൾക്കാണ് തെറ്റുപറ്റുന്നത് എന്ന് പറയുന്ന ലളിതവൽക്കരണങ്ങൾക്ക് നേരെ റെജീവ് ലൂക്കോസിനെ പോലുള്ള ആളുകൾ അത് കാണാതിരിക്കരുത്. അതിന് ഇനിയും ന്യായീകരിക്കരുത്. തെറ്റുപറ്റിയാൽ, കോൺഗ്രസിന് തെറ്റുപറ്റിയാൽ കോൺഗ്രസ് തിരുത്തണം. ഞങ്ങൾ തിരുത്തുന്നുണ്ട്, തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. CPM ഏറ്റുപറയണം. ഇവിടെ ഈ CPM സംബന്ധിച്ച് കേരളത്തിൽ പാർട്ടി ഉണ്ടായ 2 ഇടങ്ങളിൽ, വടക്കും തെക്കും, ആലപ്പുഴയിലും കണ്ണൂരും, ഈ പറയുന്ന വിപ്ലവ ഭൂമികകളിൽ എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? അതിൻ്റെ ജനകീയ അടിത്തറ, സാമൂഹിക അടിത്തറ, സാമുദായിക അടിത്തറ ചോർന്നു പോകുന്നതിൻ്റെ കാരണം അഭിമുഖീകരിക്കാൻ, ഏറ്റുപറയാൻ CPM തയ്യാറാകണം. CPM അണികൾ വലിയ തോതിൽ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ അതിൻ്റെ സാമൂഹികമായ അടിത്തറ, സോഷ്യൽ ഫാബ്രിക്കിലുണ്ടായ വിള്ളൽ, അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഈ പറയുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന ഒരാളെ, അല്ലെങ്കിൽ അത്തരം ആളുകളെ, അത്തരം സംവിധാനങ്ങളെ ബലിയാടാക്കി നിർത്തിക്കൊണ്ട് യുവാക്കൾ വഴിതെറ്റുന്നു. അതിന് കാരണം സാമൂഹിക മാധ്യമങ്ങളാണ് എന്ന് പറയുന്ന അത്തരം ചുരുക്കിക്കാണലുകൾ സത്യത്തിൽ യഥാർത്ഥ രോഗമറിയാതെ ചികിത്സിക്കുകയാണ്. അല്ലെങ്കിൽ MV ജയരാജൻ യഥാർത്ഥ വസ്തുതകളിലേക്ക്, ഇതിന് കാരണക്കാരായ യഥാർത്ഥ വ്യക്തികളിലേക്ക്, യഥാർത്ഥ നയപ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്നതാണ് വസ്തുത. അതാണ് പറയുന്നത്. അല്ലാതെ സാമൂഹിക മാധ്യമങ്ങൾ സ്വാധീന ശക്തിയില്ല, സാമൂഹിക മാധ്യമങ്ങൾക്ക് ഒരു റോളുമില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ MV ജയരാജൻ അതിനു മുൻപേ പറയേണ്ട, അതിനു മുമ്പേ ഏറ്റുപറയേണ്ട, അതിനു മുമ്പേ ആത്മപരിശോധന നടത്തേണ്ട വലിയ പ്രശ്നങ്ങൾ എടുക്കുകയാണ്. ഹോജിമിൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് 2 തോക്കുകളുണ്ടെങ്കിൽ, ഒന്ന് വർഗശത്രുവിന് നേരെയും ഒന്ന് സ്വയം ചൂണ്ടാനുള്ളതുമാണെങ്കിൽ, ഇവിടെ സ്വയം ചൂണ്ടാനുള്ള പ്രതിരോധ ശേഷി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതിൻ്റെ നേതൃത്വത്തിന്, അതിൻ്റെ നേതാക്കൾക്ക്, അതിൻ്റെ അണികൾക്ക് നഷ്ടപ്പെടുന്നു. അതിനുള്ള ധാർമ്മിക ശക്തിയില്ല. പണ്ട് VS എല്ലാ പരാജയങ്ങൾക്ക് ശേഷം VS എന്തെങ്കിലും പറയുമായിരുന്നു. ഇന്ന് കേരളത്തിൽ CPM സംബന്ധിച്ച് അങ്ങനെ നേരത്തെ VS തന്നെ പറഞ്ഞതുപോലെ പാർട്ടിക്കൊരു കാവൽ നിൽക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല. അത് പറയാനുള്ള ധൈര്യമില്ല, അത് പറയാനുള്ള ആത്മശുദ്ധിയില്ല. അതാണ് അടിസ്ഥാനപരമായ CPM അടിത്തറയിൽ യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്നപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അത് എത്ര വലിയ ആഘാതമായിരുന്നു, അതിന് സമാനമായ ആഘാതമാണ് കേരളത്തിൽ ഇടതുമുന്നണി നേതാക്കൾക്ക്, പ്രത്യേകിച്ച് CPMന്റെ നേതൃത്വത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നപ്പോൾ ഏൽക്കേണ്ടി വന്നത്. അതിന് കാരണം ഈ
മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒപ്പം നിർത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും അതോടൊപ്പം തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൽ സജീവമായി നിന്നതുമൊക്കെ ഇത്തവണ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഫാക്ടറൊന്നും അത്ര ഭംഗിയായി പ്രവർത്തിക്കുമെന്ന് കരുതാതിരുന്ന സന്ദർഭത്തിൽ അത് വലിയ അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തുണ്ടാക്കുമെന്ന് CPIM നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നു. ആ കണക്ക് കൂട്ടലുകളെ പാടെ നിരാകരിക്കുന്നതായിരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ശ്രീ VR അനൂപ് പറഞ്ഞതുപോലെ അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക്, അതായത് പ്രീണനം കൂടിപ്പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾ CPM-ൽ നിന്ന് വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ടോ, 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ തരത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായ നിലയിൽ പരിശോധനകൾ നടത്തേണ്ടിയിരുന്നത്. അതിന് പകരമാണ് എല്ലാ കാലത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി പോരാളികളായി നിന്നിരുന്ന സൈബർ മേഖലയെ വിമർശിച്ചുകൊണ്ട് MP ജയരാജൻ ഈ പ്രക്രിയ, അതായത് ഈ പരിശോധനാ പ്രക്രിയ നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ ഒരു വിമർശനം എന്തായിരുന്നു? അത് ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ കണ്ടതെന്നായിരുന്നു. പിണറായി വിജയന്റെ നേതൃത്വം മാറിയാലേ ഇനി ഒരു തിരിച്ചുവരവ് പാർട്ടിക്ക് സാധ്യമാകുമെന്നതാണ്. ഇത്തരം വിമർശനങ്ങളെ അഭിമുഖീകരിക്കാൻ CPM-നുള്ള വിമുഖതയല്ലേ യഥാർത്ഥത്തിൽ ഈ ഒഴിഞ്ഞുമാറലിന് പിന്നിൽ? അതാണ് ഈ ചർച്ചയിലും ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം വെച്ചാൽ അമിത മുസ്ലിം പ്രീണനം CPM-ന് തിരിച്ചടിയായ എന്നുള്ളൊരു പ്രചരണം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന് മുൻപും അഴിച്ചുവിട്ടിരുന്നു. എന്താണ് വസ്തുത എന്ന് പറയുന്നത്? മുസ്ലിം സമുദായം എവിടെ പീഡനങ്ങൾ നേടുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായം എവിടെയെങ്കിലും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും, ഹൈന്ദവ സമൂഹം എവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്ന ശക്തമായ ഒരു നിലപാടുള്ള പാർട്ടിയാണ് CPI. ഇപ്പം ഉദാഹരണം, ഈ പ്രീണനത്തെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മണിപ്പൂർ വിഷയം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള കർണാടക ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനെ വേട്ടയാടുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള ഒരു പാർട്ടി CPM ആണ്. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ നരവേട്ടകൾക്കെതിരെ, പ്രത്യേകിച്ച് മണിപ്പൂരിലെ നരവേട്ടകൾക്കെതിരെ അതിശക്തമായ രീതിയിൽ പ്രതിഷേധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പരിധിവരെ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മറ്റൊരു ഉദാഹരണം പറയാം. ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മതപരമായ രീതിയിലുള്ള ഭിന്നിപ്പ് ഒരു പരിധിവരെ താൽക്കാലികമായിട്ടാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഞാൻ തർക്കിക്കുന്നില്ല. കാരണം നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി കുറേയൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അതിനെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായ കീഴ്വഴക്കങ്ങളിലെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വസ്തുതയല്ല, അതിനെ പരിശോധിക്കേണ്ടതില്ല. അതാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞത്. പെട്ടെന്ന് ഞാനൊരു ഉദാഹരണം പറയാം, വളരെ സ്പീഡിൽ ഒരു ഉദാഹരണം പറയാം. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ഗെയിം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസാനം ആത്മഹത്യയിലേക്ക് ചെന്ന് വീഴുന്നത്. കേരളത്തിൽ 5 ചെറുപ്പക്കാരെ കുറിച്ച് അതിനെ മരിച്ചതായിട്ട് നമ്മുടെ മുമ്പിലുണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ ഒരു ദമ്പതികളും തിരുവനന്തപുരത്തെ ഒരു പെൺകുട്ടിയും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്ത് പോയി ആത്മഹത്യ ചെയ്തു. എന്താ അതിന് കാരണം തേടി പോയപ്പോൾ അവർക്ക് പരലോകത്തൊരു ജീവിതമുണ്ട്. അതൊരു സാമൂഹ്യ മാധ്യമങ്ങളിലെ വാട്സപ്പിലെ അവരുടെ ഗ്രൂപ്പുകളിലൂടെ പ്രേരിപ്പിച്ചിട്ടാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ദമ്പതിമാരും ആ സ്ത്രീയും ആത്മഹത്യ ചെയ്തത്. അപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണണം. എനിക്ക് ശ്രീ രജി ലൂക്കോസിനോട് ഇതിനകത്ത് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നമ്മുടെ ചർച്ച ഒരിക്കലും സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ഈ സമൂഹത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ ചർച്ച ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതല്ല എണ്ണമിട്ട് പറയുമ്പോൾ, അക്കമിട്ട് പറയുമ്പോൾ അത് ആദ്യം പറയേണ്ട കാര്യമാണോ MP ജയരാജൻ എന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് ഉത്തരം 2 പ്രാവശ്യം പറയെങ്കിലും ഗോപികൃഷ്ണന്റെ ആ ചോദ്യത്തിനോട് ഞാൻ അതിശക്തമായ രീതിയിൽ തന്നെ ഞാൻ പ്രതികരിക്കാൻ പോവാ. കാരണം ആ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എങ്കിൽ ഈ ചർച്ച പൂർത്തീകരിക്കുകയല്ല. ഞാനത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, സജീവ് സാറ് പറഞ്ഞ പോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി കൃത്യമായി ഇഴകൾ പിരിച്ചു തന്നെ അത് വിശകലനം ചെയ്യുകയും ആവശ്യമായ തിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്നത് പരസ്യമായിട്ട് തന്നെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ MP ജയരാജൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതാണ് ചോദ്യം. MP ജയരാജൻ പറഞ്ഞതിന്റെ ആ ആസ്പെക്ടിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അദ്ദേഹം ഇതും ഒരു കാരണമായിട്ട് പറഞ്ഞതാണ്. അത് ശരിയല്ലേ? ആ ശരിയെ സംസ്കരിച്ചുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ഇത് മാത്രമാണ് തീരുമാനമെന്ന് MP ജയരാജൻ പറഞ്ഞതായിട്ട് ചിത്രീകരിക്കുന്നതാണ് നിർഭാഗ്യം. അദ്ദേഹം പറഞ്ഞൊരു വസ്തുതയാണ്. അതാണ് നമ്മൾ പല ഉദാഹരണം പറഞ്ഞത്. ഹിലരി ക്ലിന്റനെതിരെ ശ്രീ രജി ലൂക്കോസ്, എനിക്കറിയില്ല, താങ്കൾ എന്തെങ്കിലും അറിഞ്ഞോ? ഈ തോൽവിക്ക് എന്തെങ്കിലും കാരണം പാർട്ടി ഇതുവരെ കണ്ടെത്തിയതായി താങ്കൾ അറിഞ്ഞോ? പാർട്ടി കണ്ടെത്താൻ പോവാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രത്യേകമായ ഒരു രീതിയുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്, അതിന്റെ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണല്ലോ പരാജയത്തിന്റെ നൂലിഴകൾ കീറി
എന്താണ് എന്നുള്ളവരും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഇതുവരെ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഭീമമായ രീതിയിലുള്ള തോൽവി എങ്ങനെ ഏറ്റുവാങ്ങി? 2019 ആണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും അത് എന്താണെന്ന് അറിയാനും ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടാൻ പോവാ. അത് തന്നെയല്ല, അത് കൂടാണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള തിരുത്തലുണ്ടാവുമെന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. അതല്ലേ ആർജവമുള്ള ജനങ്ങളുടെ അല്ല, അതിനു മുൻപേ എം പി ജയരാജന് മനസ്സിലായി CPM-ന്റെ പ്രതിരോധ കോട്ട തീർത്തിരുന്ന ഈ പോരാളി ഷാജിയെ പോലുള്ളവരുടെ ഗ്രൂപ്പുകളിൽ അതിന്റെ അഡ്മിൻ വിലക്കെടുക്കപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണമെന്ന്. ശ്രീ എ സജീവൻ, ഈ യഥാർത്ഥത്തിൽ ശ്രീ എം പി ജയരാജൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? അതായത് ചെറുപ്പക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ നിലപാടുകൾ രൂപീകരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്ന സാഹചര്യം മാറ്റണമെന്നാണോ? അതല്ല, ഇടതുപക്ഷത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ഈ സൈബർ ഗ്രൂപ്പുകളുടെ അഡ്മിനുകൾ വ്യാപകമായി വിലക്കെടുക്കപ്പെടുന്നുണ്ട്, അതിനെതിരെ ജാഗ്രത വേണം എന്നാണോ? എനിക്ക് തോന്നുന്നത് രണ്ടുമല്ല. എം പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് ഒരു ന്യായീകരണം മാത്രമാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലെ സ്വാധീനം യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ റെജി ലൂക്കോസ് ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും ഒക്കെ അനൂപ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞ് നല്ല സ്വാധീനമുള്ള ആൾ തകർക്കാൻ പറ്റില്ല, തടയാൻ പറ്റില്ല. പഴയതുപോലെയല്ല, പണ്ടത്തെക്കാൾ കൂടുതൽ ഓരോ വർഷവും ഓരോ ദിവസവും ഇത് അതിൻ്റെ സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പാടില്ല. ഇനി എല്ലാ പാർട്ടി പ്രവർത്തകരും, പ്രത്യേകിച്ച് പാർട്ടിയിലെ യുവ പ്രവർത്തകർ മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് നടക്കില്ല. രണ്ടാമത്തേത്, ഈ സംവിധാനം ഇതേപോലെ പോകുന്നത്, അപ്പോൾ ഈ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആളുകൾ വിലക്കെടുക്കപ്പെടുന്നു എന്ന് പറയുന്ന അങ്ങനെ സംഭവിക്കാം. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് കുറേ മുമ്പേ തന്നെ, മാസങ്ങൾ മുമ്പേ തന്നെ പല സോഷ്യൽ മീഡിയയും ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വാധീനിച്ച കാര്യം അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ പണം ചെലവഴിക്കുന്ന പോലെ, തെരഞ്ഞെടുപ്പിൽ നോട്ടീസ് അടിക്കുന്ന പോലെയും പോസ്റ്റർ അടിക്കുന്ന പോലെയുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് പോരാളി ഷാജിയും ചെങ്കോലും ചെങ്കതിരുമൊക്കെ കളം മാറി ചവിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ ഒഫീഷ്യലായിട്ട് അതിനെ തകർക്കുന്ന രൂപം, അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നോട്ടേക്ക് പോകുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകേണ്ടിയിരുന്നു CPM-ന്റെ നേതൃത്വം. അതിന് പാർട്ടി സംവിധാനം ഉപയോഗിച്ച് തന്നെ പാർട്ടിയിലെ ശക്തരായ പോരാളികളെ, പാർട്ടിയുടെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളെ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യുക എന്നുള്ള ഇതിലാകെ കരണീയമായിട്ടുള്ളൂ. അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കളം മാറി ചവിട്ടിയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയക്ക് ഈ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് പോലും പാർട്ടിക്കാണ് വരുന്നത്. കാരണം ഇത്തരം ഒരു സംഭവം മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അതിന് പരിഹാരം തേടേണ്ടിയിരുന്നു. അത് തേടാതിരുന്നിട്ട് കാര്യമില്ല. ഇനി ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, ഇതൊരു വലിയ പ്രശ്നമാണ്, എല്ലാ പാർട്ടികളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണെന്നുള്ളത്. ഇത്തരത്തിലുള്ള ട്രോളുകളും മറ്റു തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകും. അത് തടയാനും പറ്റില്ല, കാരണം അതിൻ്റെ സംവിധാനം ഇപ്പോഴങ്ങനെയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തടഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യമുണ്ടത്, ഇപ്പോൾ നേരത്തെ BJP ചെയ്തതുപോലെ, നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളെ പരമാവധി ഉപയോഗിക്കാൻ പഠിക്കുക. രണ്ടാമത്തെ വീണ്ടും കോൺഗ്രസും ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പേര് വെച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് രീതിയിൽ സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ, അത് മതിയെന്ന് വിചാരിച്ച് നിൽക്കുകയല്ല വേണ്ടത്. ആ സംവിധാനം ശക്തമായിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാനാണ് വേണ്ടത്. പിന്നെ ഇത്തരത്തിലുള്ള ന്യായീകരണം പറയാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ശക്തമായിട്ടുള്ള നിലപാട്. കാരണം ഇങ്ങനെ പറഞ്ഞാൽ 2014 2021 ഒക്കെ LDF അധികാരത്തിൽ വന്നത് ഈ പോരാളി ഷാജിയെ കൊണ്ടും മറ്റുമായിരുന്നു. അങ്ങനെ മാത്രമല്ല സജീവൻ സാർ, അത് മാത്രമല്ല, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരാജയങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ഭരണവിരുദ്ധ വികാരം അതിൻ്റെ അണ്ടർലൈയിങ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന ചർച്ച മുന്നണിക്കകത്തെ ഘടകകക്ഷികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തപ്പെടേണ്ടതാണോ എന്ന കാര്യത്തിലുള്ള ആലോചനകൾ, അത്തരം ആശങ്കകൾ ഘടകകക്ഷികളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിക്കൂട്ടിലാക്കുന്ന ഇത്തരം വിശകലനങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമെന്ന് കരുതുമ്പോഴാണ് അതിനെയൊക്കെ നിസ്സാരമാക്കുന്ന തരത്തിൽ, അതിനെയൊക്കെ അവഗണിക്കുന്ന തരത്തിൽ, അതൊന്നുമല്ല ഇപ്പോൾ സംസാരിക്കേണ്ടത് എന്ന തരത്തിൽ MP ജയരാജൻ ഈ നിരീക്ഷണം അവതരിപ്പിക്കുന്നത്. അത് അപകടകരമായിട്ടുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിമർശനവും സ്വയം വിമർശനവും വേണമല്ലോ. ഇവിടെ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് തെറ്റുതിരുത്തൽ രേഖ അവതരിപ്പിച്ചുകൊണ്ടോ അത് പാസ്സാക്കിയത് കൊണ്ടോ
അത് അടിത്തട്ടിൽ വരെ ചർച്ച നടത്തിയുകൊണ്ട് കാര്യമാണ്. തെറ്റ് തിരുത്തേണ്ട ഘട്ടമുണ്ടെങ്കിൽ തിരുത്തണം. അതാണ് തുടക്കത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ പോലെ ഞങ്ങൾ പരിശോധിച്ച് തെറ്റ് തിരുത്തും. തെറ്റ് തിരുത്താൻ ഈ ന്യായീകരണം സോഷ്യൽ മീഡിയ ആണെങ്കിൽ ആരാണ് തെറ്റ് തിരുത്തുക? ഈ പറയുന്ന പോരാളി ഷാജിയുടെയും ചെങ്കോലിൻ്റെയും ചെങ്കതിരിൻ്റെയും ഒക്കെ അഡ്മിന്മാരോട് തെറ്റ് തിരുത്താൻ പറയാൻ പറ്റുമോ? അവർ സ്വതന്ത്രന്മാരാണ്. അവർ LDFനെ പിന്തുണച്ചിട്ടുണ്ടാകാം. അവർക്ക് എക്കാലത്ത് അങ്ങനെ നിൽക്കണം എന്നുള്ള പാർട്ടിയുടെ സംവിധാനത്തിൻ്റെ ഭാഗമല്ല, ഒഫീഷ്യൽ സംവിധാനമേ അല്ല ഇത്. അപ്പോൾ തെറ്റ് തിരുത്തേണ്ട ഘട്ടം ഉണ്ട് എന്ന് അത് കൃത്യമായിട്ട് പരിശോധിച്ച് തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അത് അപകടകരമാണ്. അതിൽ ഇപ്പോൾ സർക്കാരിൻ്റെ വീഴ്ചയാകാം, ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളാകാം, പെരുമാറ്റത്തിൻ്റെ പ്രശ്നമുണ്ടാകും. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്തിട്ട് അവർ വിലയിരുത്തിക്കോട്ടെ. 4-5 ദിവസം എന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഇന്നതാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അക്കമിട്ടുകൊണ്ട് നിരത്തിയിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ ഇത് തിരുത്തിക്കണം, നടപടികളിലേക്ക് പോകണം. അങ്ങനെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നൊന്നുമില്ലല്ലോ ഈ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്നത്. സ്വയം വിമർശനം എന്ന് പറയുന്നത് പാർട്ടിയുടെ അടിസ്ഥാന തത്വമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മാറിയിട്ട് എവിടെയോ നടന്നു പോകുന്ന ഒരു പോരാളി ഷാജിയും മറ്റും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതും ഈ ചർച്ചയ്ക്ക് മുമ്പ് ചർച്ചയിൽ ഇതെല്ലാം കൂടി ഞാനത് സമ്മതിക്കുന്നു. ചർച്ചയിൽ അവസാനമായിട്ട് കണ്ടെത്തുന്നത് ഇതിന് വേറൊരു കുഴപ്പമില്ല, സർക്കാരിനൊരു കുഴപ്പം പറ്റിയിട്ടില്ല, പാർട്ടി സംവിധാനത്തിനൊരു കുഴപ്പം പറ്റിയില്ല, പ്രചരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. പക്ഷേ പോരാളി ഷാജിയും മറ്റും നടത്തിയിട്ടുള്ള ഈ കാലുമാറ്റമാണ് ഇതിലെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ഈ ചർച്ചയിലൂടെ കണ്ടെത്തിയിട്ട് പറഞ്ഞാൽ നമുക്ക് കൺവിൻസിങ് ആണ്. അതാണ് CPMന് വിലയിരുത്തൽ നമുക്ക് മനസ്സിലാവും. അതിന് പകരം മുമ്പേ ചർച്ച നടക്കുന്നതിന് മുമ്പേ ഇത്തരത്തിൽ പറയരുത്, അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നാണ് എൻ്റെ നിലപാട്. രാഹുൽ ഈശ്വർ, ക്വിക്കായ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ കാണണം. തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരു റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇതൊക്കെ നമുക്കറിയാം. അനലിസ്റ്റുകൾക്ക് ഇത് പറയാം. ശ്രീ MV ജയരാജൻ ഇത് പറയാൻ കഴിയില്ലല്ലോ. നേരത്തെ ശ്രീ അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരം കാര്യങ്ങൾ അവർക്ക് അവരുടെ പാർട്ടിക്കുള്ളിൽ പറയായിരിക്കും, അവർക്കൊരു വെളിയിലെ വേദിയിൽ പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ഉയർത്തിയതൊരു റിയാലിറ്റി ബേസ്ഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫേക്ക് ന്യൂസിനെയോ ബാക്കി ഏതെങ്കിലും നെറേറ്റീവിനെയോ കൗണ്ടർ ചെയ്യണമെങ്കിൽ ബെറ്ററായി നമ്മുടെ ഭാഗം മുമ്പ് വെക്കുക. ഇതല്ലാതെ വേറെ എന്താണ് നമുക്കൊരു വഴിയുള്ളത്? അപ്പൊ ആധുനിക സാമൂഹിക മാധ്യമങ്ങളെ തള്ളി പറയാതെ ബാക്കി ഒരുപാട് കാരണങ്ങൾ, ആന്റി ഇൻകംബൻസി ഉണ്ടാകാം, സാമുദായികമായ ധ്രുവീകരണം അല്ലെങ്കിൽ സാമുദായികമായ വ്യത്യാസം ഉണ്ടാകാം, വോട്ട് ചോർച്ച ഉണ്ടാകാം, കോൺഗ്രസിന് ട്രഡീഷണലി വോട്ട് ചെയ്യുന്നുണ്ടാകാം. ഇതെല്ലാം ഒരു റിയാലിറ്റിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസിന് ഒരാൾ പറയുമ്പോൾ അതിനെ കുറ്റം പറയണവന് ഒരു വരി കൂടി, ശ്രീ പോരാളി ഷാജി അടക്കം, അത് ആരാണെന്നറിയില്ല, പലരും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്ന 99% ആൾക്കാരും ആരും കാശ് കൊടുത്തിട്ട് പറയുന്നവരല്ല. ഞാൻ പോരാളി ഷാജിയെ കണ്ടിടത്തോളം നല്ലൊരു ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗ്രൂപ്പായിട്ടാണ് തോന്നുന്നത്. ഇതേപോലെ വലതുപക്ഷത്തും സെൻട്രിസ്റ്റുകളായിട്ടും ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇവരാരും ആരുടെയെങ്കിലും കാശ് മേടിച്ചിട്ടല്ല, പക്ഷെ അവരുടെ കൺവിക്ഷൻ കൊണ്ട് പറയുന്നതാണ്. ഇതിനെ എല്ലാം കാശിന്റെ കണ്ണിയിലേക്ക് കൊണ്ടുവരികയും ഇവരെല്ലാം വിൽക്കപ്പെടുകയും മേടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോഷ്യൽ നെറേറ്റീവിന് ചേർന്നതല്ല. പിന്നീട് ഒരു കാര്യം കൂടി, ഇത്രയും ഇൻഡിപെൻഡന്റ് ആയ ആൾക്കാർ ഉയർന്നു വരണം. അത് വലതുപക്ഷത്തുനിന്നും വരണം, ഇടതുപക്ഷത്തുനിന്നും വരണം. ഇവരാണ് ഒരു കറക്റ്റീവ് ഫോഴ്സായി നിൽക്കുക. അല്ല CPM പറയുന്ന ലൈൻ അതേപോലെ ചെയ്യാനാണെങ്കിൽ CPM പേ ചെയ്യേണ്ടി വരില്ലേ? അല്ലെങ്കിൽ BJPയോ കോൺഗ്രസോ ITSL നടത്തേണ്ടി വരില്ലേ? അപ്പം തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രത്യയശാസ്ത്രത്തോടോ നിലപാടുകളോടോ ചേർന്ന് നിന്ന് ആ നിലപാടുകൾക്ക് വേണ്ടി മീമോ സോഷ്യൽ നെറേറ്റീവോ വാദങ്ങളോ മുമ്പോട്ട് വെക്കുന്ന, എന്നാൽ ആ പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഇൻഡിപെൻഡന്റ് ആയ ആൾക്കാർ വരുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയം കൂടുതൽ സമ്പുഷ്ടമാകുന്നത്. അതൊരു സെൽഫ് കറക്റ്റീവ് മെഷർ ആകും. ഇവർ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, സ്വതന്ത്രരായിരിക്കും. ഏതെങ്കിലും പാർട്ടിക്ക് തങ്ങളുടെ ആത്മാവ് അടിയറ വെച്ചവരായിരിക്കില്ല, ഏതെങ്കിലും പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര തടവറയിലായിരിക്കില്ല. അതുകൊണ്ട് ഇത്രയും ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതിനെ അടിച്ച് മോശമായി കാണുകയല്ല. ഇത്തരം എല്ലാ ആൾക്കാരെയും ഇൻഡിപെൻഡന്റ് ആയി വരുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ധ്രുവ് റാത്തി ഒരു കാലത്തിൽ നരേന്ദ്രമോദിയുടെ ഫാനായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ ഏറ്റവും വേസ്റ്റ് ക്രിട്ടിക്കായി ധ്രുവ് റാത്തി മാറുകയുണ്ടായി. അതേപോലുള്ളവർ ഏത് പക്ഷത്തു നിന്നാണെങ്കിലും പോസിറ്റീവാണ്. പൊളിറ്റിക്കൽ അവയർനെസ് ഇവർ റേസ് ചെയ്യും. അത് ജനാധിപത്യത്തിന് നല്ലതാണ്. ശ്രീ റിജി ലൂക്കോസ് മറുപടി. അല്ല, തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഞാൻ രാഹുൽ ഈശ്വറിനോട് യോജിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഒന്ന്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അതിനെല്ലാം ഒരു കോമൺ ഫാക്ടറി കാണണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു, അതിനോട് ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷെ എനിക്ക് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു കാര്യം പറയാം. കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ആക്രമണം കൊണ്ട് തന്നെ മുഖ്യ കാരണമായി പരാജയപ്പെട്ട രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട്. അത് വേറെ ആരുമില്ല, ജോസ് കെ മാണി. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം. ഞാൻ ആ മണ്ഡലത്തിനോട് തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരാളാണ്.
അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നടത്തി അദ്ദേഹത്തിന്റെ ഇമേജ് തകർത്ത് 2020 അദ്ദേഹത്തിന്റെ ഭീമമായ ഇതിലേക്ക് പോയി. എന്നാൽ ജോസ് കെ മാണി ആരാ? ഞാൻ അദ്ദേഹത്തിന് പൂഴ്ത്താൻ പറഞ്ഞൊന്നുമല്ല, വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഭാവന സമ്പന്ന രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെ നിരവധി പേരെ വ്യക്തിത്വം നടത്തി ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ കേരളത്തിൽ തകർത്ത വ്യക്തിത്വങ്ങൾ ഒരുപാട് പേരുണ്ട്. അത് തിരിച്ചറിയണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അതിനെ ഊന്നിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട എം പി ജയരാജൻ പറഞ്ഞത്. പിന്നെ പോരാളി ഷാജി ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഒറ്റ പ്രൊഫൈൽ മാത്രമല്ല, നിരവധി പ്രൊഫൈല് പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് ആ പോരാളി ഷാജി എന്നുള്ള പേരിൽ അത്തരം ഫേക്ക് ഐഡിയയിലൂടെ പടർത്തുന്ന ഇടതുപക്ഷ വിരുദ്ധതയും വിശ്വസിക്കുന്നവരുണ്ട്. അത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചോളം ഞാൻ ഒരു കാര്യം യോജിക്കുന്നു, രാഹുൽ ഈശ്വർ പറഞ്ഞത്, നാളുകളിൽ ഇന്നും നാളുകളിലും ഇനി വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനമാണ്. അത്ര സ്വാധീനമുള്ള ഈ മാധ്യമം പോസിറ്റീവായ രീതിയിൽ കണ്ടില്ല എങ്കിൽ ഇതിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ പറയുന്ന IT സെല്ലുകൾ പോലുള്ള സെല്ലുകൾ ഫോം ചെയ്ത്, എനിക്കറിയാവുന്നത് ശരിയാണെന്നുള്ള BJPക്കും കോൺഗ്രസിനും അതുണ്ട്, അതിന് തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ കേരളത്തിൽ ഒരു ചർച്ച നടക്കുന്നതിനോടൊപ്പം തന്നെ പോസിറ്റീവായ ആംഗിളിൽ വ്യക്തിഗത നടത്താതെ, സമുദായ സ്പർദ്ധ നടത്താതെ, എന്താ പറയുക, കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയില്ല എങ്കിൽ ഹിലരി ക്ലിന്റന് ട്രംപുമായി മത്സരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു തകർച്ച നേരിടും. അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിർത്തിയേക്കാം. അതായത് 4% വോട്ടിൽ ഹിലരി ക്ലിന്റൺ ട്രംപിന് മേൽ വിജയം നേടുമെന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളാണ് പൊളിച്ചടിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് 5 ലക്ഷം മെയിലുകൾ അവർക്ക് വേണ്ടി വന്നെന്ന് പറഞ്ഞപ്പോഴേ നിരീശ്വരവാദി എന്നുള്ള പട്ടം ചാർത്തപ്പെട്ട ഹിലരി ക്ലിന്റൺ അവിടെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് കേരളത്തിൽ ഒരു പരിധി വരെ ആ സ്വാധീനം. സമൂഹത്തിലെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിന്റെ ശരിയും തെറ്റും അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത പരാജയത്തിന്റെ കാരണമായി അത് അവതരിപ്പിക്കുന്നതിലെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് പൂർത്തിയാവുകയാണ്.